ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഷിജു ആചാരി, പവനൂര് വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ കർമാചാര്യനാണ്. വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ 12ാമത് സംസ്ഥാന പഠനശിബിരം പെരുമ്പാവൂരിൽ സെപ്റ്റംബർ മാസം 28, 29 തീയതികളിൽ നടക്കുകയാണ്. വിഷയം വാസ്തു മണ്ഡലം എന്നുള്ളതാണ്. എല്ലാ വിശ്വകർമ്മജർക്കും സഹർഷം സ്വാഗതം. വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ ചാനലായ വിശ്വബ്രഹ്മ ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ വിഷയം വാസ്തുശാസ്ത്ര സനാതനധർമ്മം ഈ ലോകത്തിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ്. വാസ്തുശാസ്ത്ര സനാതന ധർമ്മം കൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായതായിട്ട് ആർക്കെങ്കിലും അറിയുമോ? ഈ ലോകത്ത് ജംബുദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ്, ആകെയുള്ള 7 ദ്വീപുകളിൽ ജംബുദ്വീപ് എന്ന് പറയുന്ന ദ്വീപിലാണ് വാസ്തുശാസ്ത്ര സനാതനധർമ്മ സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതി അവലംബിച്ച് ജീവിക്കുന്ന ഒരു ജനത ജീവിച്ചിരുന്നത്. ആ ജനതയുടെ പിൻതലമുറക്കാരാണ് ഇന്നത്തെ വിശ്വകർമ്മജരെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്താണ് വാസ്തുശാസ്ത്ര സനാതനധർമ്മം കൊണ്ട് ഈ ഒരു ജംബുദ്വീപിൽ സംഭവിച്ചത്? നമ്മുടെ ഭൂമിയെ വലിയൊരു സമചതുരമാക്കി നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രഹ്മഭാഗമാണ് ഈ ജംബുദ്വീപ് എന്ന് പറയുന്ന ഭാഗം. അതായത് ലോകത്തിൻ്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ ശംഖു സ്ഥാപിതമായ ഒരു സ്ഥലമാണ് ഇന്നത്തെ ഭാരതം എന്ന് പറയുന്നത്. ആ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മകാരുണിയായിരിക്കുന്ന ബ്രഹ്മ തേജസ്സുള്ള ഒരു സ്ഥലമാണ് ഭാരതം എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. എല്ലാ ഊർജങ്ങളുടെയും, അതായത് കാന്തിക ഊർജങ്ങളുടെയും ഭൗമ ഊർജങ്ങളുടെയും സൂര്യ ഊർജങ്ങളുടെയും ഗ്രഹ ഊർജങ്ങളുടെയും മറ്റു മിത്തുകളായിട്ടുള്ള ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഊർജ കേന്ദ്രങ്ങളായി വർത്തിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ജംബുദ്വീപ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഊർജ വിന്യാസങ്ങളെ, ഊർജ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തങ്ങളുടെ ജീവിത രീതിയും തങ്ങളുടെ നിർമ്മാണവും തങ്ങളുടെ ക്ഷേത്രവും ഒക്കെ ക്രമീകരിച്ചതിനാൽ ഈ ഒരു ജംബുദ്വീപിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സംസ്കാരം പണ്ട് മുതലേ ഉണ്ടായിരുന്നതായിട്ടും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജീവിത രീതികൾ കൊണ്ട് വളരെയധികം ജ്ഞാനോദയങ്ങളായിട്ടുള്ള ആളുകൾ ഈ ഒരു ജംബുദ്വീപിൽ നിവസിക്കുകയും മർത്യൻ ആവശ്യമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പുരാണങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ വലിയ സംസ്കാരങ്ങൾ ഭാരതത്തിൽ ഉടലെടുത്തതായിട്ട് നമുക്ക് കാണാം. മഹാഭാരതം പോലെയുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ വലിയ വലിയ സംജ്ഞകൾ നമ്മൾ ഈ ഭാരതത്തിലുള്ള പല പല ആളുകൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മറ്റു ലോക പരിജ്ഞാതാക്കൾ അതിനെക്കുറിച്ച് ജ്ഞാനം നേടുന്നതിന് മുമ്പായിട്ട് ജ്ഞാനോദയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതും ഈ ഭാരതത്തിലാണ്. ഇന്ന് ശാസ്ത്രവും നമ്മുടെ സംസ്കാരവും, അതായത് വാസ്തുശാസ്ത്ര സനാതന ധർമ്മത്തിലൂടെയുള്ള ഊർജ തത്വങ്ങളും തമ്മിലുള്ള ഒരു പിടിവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര തത്വങ്ങൾ ശരിയാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ശരിയാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പല സത്യങ്ങളും നമ്മുടെ വാസ്തുശാസ്ത്ര സനാതന ധർമ്മത്താൽ നമ്മൾ കണ്ടുപിടിക്കുകയും അത് പിന്നീട് അത് തന്നെയാണ് സത്യമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ശാസ്ത്രം മാറുകയിട്ടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വകർമ്മ സനാതന ധർമ്മത്താൽ ആചാര അനുഷ്ഠാന പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇത് മാനവർക്ക് അത്യുജ്വലമായ നേട്ടങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകിയിട്ടുണ്ട്.
നമ്മുടെ പുരാണ ഘട്ടങ്ങളിലും ഈ ഘട്ടത്തിലും അത് നൽകപ്പെടാൻ ഈ ധർമ്മ ജീവിതത്തിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ധർമ്മ ജീവിത സംസ്കാരം സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ വിശ്വകർമ്മജൻ്റെയും പരമ ലക്ഷ്യമായി കണ്ടുകൊണ്ട് അത് നമ്മൾ സംരക്ഷിക്കപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.